ക്രിസ്തുവേശുവിൻ്റെ ധന്യമായ നാമത്തിന് മഹത്വം. ദൈവത്തിൻ്റെ വചനത്തിൽ 12 സങ്കീർത്തനമാണ് നമ്മൾ വായിക്കുന്നത്. 12 സങ്കീർത്തനം 2-3 വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു: വിശ്വസ്തന്മാർ മനുഷ്യത്വന്മാരിൽ കുറഞ്ഞിരിക്കുന്നു, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു. അതിൻ്റെ അടയാളം എന്ന് പറയുന്നത് കപടമുള്ള അധരത്തോടും ഇരുമനസ്സോടും കൂടി അവർ സംസാരിക്കുന്നു. മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ മനുഷ്യനായിട്ട് ദൈവം അംഗീകരിക്കണമെങ്കിൽ അതിനുള്ള ഏറ്റവും വലിയൊരു വ്യവസ്ഥയാണ് അവൻ കപടമില്ലാത്തവനായിരിക്കണം. കാരണം മനുഷ്യൻ്റെ സൃഷ്ടി തന്നെ അങ്ങനെയാണ്. ദൈവം മനുഷ്യനെ നേരുള്ളവനായി സൃഷ്ടിച്ചു. നേരിന് വിപരീതമാണ് കപടം. എന്നാൽ അവൻ അനേകം സൂത്രങ്ങളെ അന്വേഷിച്ചു വരുന്നു. ദൈവത്തിൻ്റെ വചനത്തെ വിശ്വസിക്കാതെ അന്യൻ പറഞ്ഞ വചനത്തെ വിശ്വസിച്ചതോടുകൂടി അവനിൽ കപടം ആരംഭിച്ചു. അങ്ങനെ വന്നതോടുകൂടി യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ എന്ന് പറയുന്നതിന് ദൈവത്തിന് അംഗീകാരമില്ലാതെ പോയി. യോബിനെ കുറിച്ച് കർത്താവ് പറയുന്നത് പ്രകാരമാണ്: അവനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും വേറെ ആരുമില്ലല്ലോ. യോബിനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യപത്രങ്ങളിൽ ഒന്നാണ് നേരുള്ളവൻ. മനുഷ്യനെ എന്തിനു വേണ്ടി ദൈവം സൃഷ്ടിച്ചുവോ ആ ഉദ്ദേശത്തിൽ ഒരു മനുഷ്യൻ എത്തിച്ചേരണമെങ്കിൽ അവൻ നേരുള്ളവനായിരിക്കണം. നേരുള്ളവനായിരുന്നാൽ അവൻ്റെ ജീവിതത്തിലെ വിഷയങ്ങൾക്കൊക്കെയും പരിഹാരമായി. കാരണം നേരുള്ളവനെ ദൈവം ഒന്നാമത് തന്നെ താൻ രക്ഷയിലേക്ക് വിളിക്കും. നേര് എന്ന് പറയുമ്പോൾ പലപ്പോഴും പലരും ചിന്തിക്കുന്നത് അന്യദൈവങ്ങളെ ആരാധിച്ച് നടക്കുന്നവൻ നേരില്ലാത്തവനാണ്. അങ്ങനെ ചിന്തിക്കേണ്ട. വിഗ്രഹത്തെ ആരാധിച്ച് നടക്കുന്നവനും സൃഷ്ടിയെ ആരാധിച്ച് നടക്കുന്നവരും നേരില്ലാത്തവരാണ്. അതും ചിന്തിക്കേണ്ട. പിന്നെയോ നേരെന്ന് പറഞ്ഞത് താൻ ശരിയെന്ന് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യത്തിൽ തർക്കമില്ലാതെ സംശയമില്ലാതെ അതിനുവേണ്ടി തൻ്റെ ജീവിതം സമർപ്പിക്കും. ന്യായപ്രമാണപ്രകാരമാണ് ഒരു മനുഷ്യൻ്റെ രക്ഷയെന്ന് അപ്പോസ്തലനായ പൗലോസ് അറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് താൻ അറിഞ്ഞ സത്യത്തിന് വേണ്ടിയിട്ട് തൻ്റെ ജീവിതം മാറ്റിവെച്ചിരിക്കുന്നു. അതിനുവേണ്ടി അനേക വിശുദ്ധന്മാരെ ഉപദ്രവിച്ചു, കൊന്നു, ദൈവസഭയെ ഉപദ്രവിച്ചു. അങ്ങനെ തൻ്റെ ജീവിതം ഇനി നാളെ മുൻപോട്ട് എങ്ങനെയെന്നുള്ളതല്ല ചിന്തിക്കുന്നത്. താൻ ശരിയെന്നും ദൈവത്തെ സംബന്ധിച്ച് താൻ ഗ്രഹിച്ചിരിക്കുന്നതുമായ കാര്യത്തിന് വേണ്ടിയിട്ട് തൻ്റെ ജീവിതം മാറ്റിവെച്ചു. അവൻ നേരുള്ളവനാണ്. അത് കഴിഞ്ഞിട്ടല്ലേ സത്യം അറിയിക്കുന്നത്. അറിഞ്ഞതിൽ അവൻ എങ്ങനെ നിൽക്കുന്നു എന്നുള്ളതാണ്. ശരി, നീ കാളയാണ് ദൈവമെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കാളയെ ഉണങ്ങാത്തത് എന്താ? അല്ലെങ്കിൽ കാളയോട് ആത്മാർത്ഥം കാണിക്കാത്തത് എന്താ? കാളയോട് ഏറ്റവും ആദ്യം തന്നെ ദൈവമെന്ന് വിശ്വസിച്ചിരിക്കുന്നവരിൽ ആത്മാർത്ഥത കാണിക്കും. അപ്പോൾ ദൈവം തെറ്റുതരുത്. ഇന്നും ലോകത്തിൽ അധിക ശതമാനം മനുഷ്യരും കെട്ടിക്കിടക്കുന്നത് ഈ ഒരു വിഷയത്തിലാണ്. ഞങ്ങൾ ജനിച്ചപ്പോൾ അങ്ങനെയാണ് ജനിച്ചത്. ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നത് ഇന്ന നക്ഷത്രങ്ങളാണ് ദൈവമെന്നാണ്, അല്ലെങ്കിൽ മൃഗങ്ങൾ ഇന്ന ശക്തിയാണ് ദൈവമെന്നാണ്, പാമ്പാണ് ദൈവമെന്നാണ്. ദൈവം അതിന് യാതൊരു തരത്തിലുള്ള മുൻവിധിയും ചെയ്യുന്നില്ല. ദൈവം അവിടെ നോക്കുകയാണ്. നീ പാമ്പാണ് ദൈവമെന്ന് നീ വിശ്വസിച്ച് ധരിച്ചിരിക്കുന്നുവെങ്കിൽ ആ പാമ്പിനോടുള്ള നിന്റെ പെരുമാറ്റം ദൈവം നോക്കുക. അവിടെയാണ് മനുഷ്യന്റെ നേര് നിശ്ചയിക്കുന്നത്. ഇത് ഭൂമിയിൽ മുഴുവനും ദൈവം ദിനം പ്രതി നോക്കിക്കൊണ്ടിരിക്കുക. ഒരു മനുഷ്യൻ ഒരു
നേരുള്ളവനാകുമോ, നേരുള്ളവനുണ്ടോ എന്നുള്ളത് നോക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ നോക്കി 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 ചെല്ലുമ്പോഴാണ് ഒരു മനുഷ്യൻ അത്തിയുടെ കീഴിലിരിക്കുന്നത്. നഥനയേൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അത്തിയുടെ കീഴിലിരിക്കുന്നു. അവൻ അവിടെ ഇരുന്നുകൊണ്ട് ചിന്തിക്കുന്നതും അവൻ്റെ വിചാരങ്ങളും അവൻ്റെ ആഗ്രഹങ്ങളും എല്ലാം ദൈവം യേശു ഒന്ന് പരിശോധിച്ച് നോക്കിയപ്പോൾ നേരുള്ളവനാ. ഇങ്ങനെയുള്ളവരെയാണ് ദൈവം സാഹചര്യം ഒരുക്കി തൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരുന്നത്. അടുത്ത ദിവസം ഒരു സാഹചര്യം ഒരുങ്ങി സഹോദരന്മാര് ചെന്ന് നഥനയേലിനോട് പറഞ്ഞു, ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. അവൻ യോസേഫിന്റെ പുത്രനായ യേശു എന്ന നസറേത്തുകാരൻ തന്നെ എന്ന് പറഞ്ഞപ്പോൾ അവൻ ചോദിച്ചു, നഥനയേൽ ചോദിച്ചു, നസറേത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? വന്ന് കാണുക. അങ്ങനെ വന്ന് ആള് വരുക. അകലേന്ന് വരുന്ന കണ്ടപ്പോഴേ തന്നെ യേശു പറഞ്ഞു, ഇതാ സാക്ഷാൽ ഇസ്രായേല്യൻ, ഇവനിൽ കപടമില്ല. അവൻ അതിശയിച്ചു പോയി. വരുന്നത് കാരണം യേശു തലേദിവസം അതിന് മുമ്പ് കണ്ടതാ. യേശു ഇവനിൽ കപടമില്ല എന്ന് നേരത്തെ കണ്ടതുകൊണ്ടാണ് ഇന്ന് സാഹചര്യം ഒരുക്കി കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് കേട്ടപ്പോ നഥനയേൽ ചോദിച്ചു, കർത്താവേ, നീ എന്നെ എവിടെ വെച്ചറിയും? ഞാൻ കപടമില്ലാത്തവനെന്നും ഞാൻ സാക്ഷാൽ ഇസ്രായേലിൽ നിന്നൊക്കെ നീ ഇങ്ങനെ വിളിച്ചു പറയുന്ന ഞാൻ എന്ന് കണ്ടു? നീ ഇവിടെ വരുന്നതിന് മുമ്പ് എൻ്റെ സഹോദരന്മാർ നിന്നെ വന്ന് വിളിക്കുന്നതിന് മുമ്പ് നീ അത്തിയുടെ കീഴിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു. അപ്പോൾ ദൈവം ഒരു മനുഷ്യനെ ശ്രദ്ധിക്കുന്ന വിധം മനസ്സിലാക്കണം. സദാസമയവും അവൻ്റെ വാക്ക്, പ്രവൃത്തി, നിരൂപണം, അനുഭവം, പ്രതികരണം ഇതെല്ലാം ദൈവം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. എന്തിനെ കണ്ടെത്താൻ? ഒറ്റ കാര്യം മതി ദൈവത്തിന്, നേരുള്ളവനാണോ, അവനൊരു മനുഷ്യനായിട്ട് അംഗീകരിക്കാൻ കൊള്ളാമോ? ഇതാണ് ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നത്. അത് സാധിച്ചില്ല എങ്കിൽ പിന്നെ അവള് പലരും പരാതിയാ, എല്ലാവരെയും വിളിച്ചു, എന്നെ മാത്രം വിളിക്കാതിരുന്ന എന്താ? എന്നെ കർത്താവ് വിളിച്ചില്ല, അതുകൊണ്ട് ഞാൻ വന്നില്ല. എന്നാൽ എന്തുകൊണ്ട് വിളിച്ചില്ല എന്ന് ചിന്തിക്കണം. ചിന്തിക്കുന്നതിന് മുമ്പ് വിളിക്കാമെന്ന് പരാതി പറയുന്നതിന് മുമ്പ് ഇത് ചിന്തിക്കണം, എന്തുകൊണ്ട് എന്നെ വിളിച്ചില്ല? ദൈവത്തിന്റെ പക്കൽ മുഖപക്ഷമില്ല, ദൈവത്തിന്റെ പക്കൽ അനീതിയില്ല, വലിയവനെന്നോ ചെറിയവനെന്നോ ദൈവത്തിന്റെ മുമ്പാകെ ഇല്ല. തൻ്റെ സകല സൃഷ്ടിയോടും അവന് കരുണ തോന്നുന്നു. അങ്ങനെ ഇരിക്കെ ഒരാള് കർത്താവ് വിളിക്കാൻ യോഗ്യനാണെങ്കിൽ വിളിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ നീതിക്ക് നിരക്കോ? ഇല്ല. വിളിക്കാതിരുന്നതിന് കാരണമുണ്ട്. വിളിക്കാതിരുന്ന ജീവിതത്തിൽ ഉറച്ച ഒരു നേരിന്റെ നിലപാടുണ്ടായിരുന്നെങ്കിൽ എന്നേ വിളിച്ച് ശ്രേഷ്ഠമായ പദവിയിലെത്തിക്കുമായിരുന്നു. സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുമ്പോഴേ ഒരു മനുഷ്യനെ മരിക്കുന്നതിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. സാഹചര്യത്തോടെടുക്കുമ്പോൾ, ആ സന്ദർഭത്തോടെടുക്കുമ്പോൾ ഭയം കൊണ്ട് അവൻ നിലനിൽക്കാൻ സാധിക്കാത്ത നിലയിലായി പോകും. ഇത് ദൈവഭക്തനായ മനുഷ്യൻ, ആർക്കും ഉപദ്രവം ചെയ്യാത്തൊരു മനുഷ്യൻ, എല്ലാവരും നന്മയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ സ്തെഫാനോസ്, ക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ് അവൻ ഈ പ്രവൃത്തി ചെയ്യുന്നതെന്ന് അറിഞ്ഞ് അവനെ പിടിച്ചു കൊണ്ടുപോയി അവനെ കല്ലെറിഞ്ഞ് കൊന്ന് അവൻ്റെ അസ്ഥികളെല്ലാം ഉടഞ്ഞ് അവനിൽ നിന്ന് രക്തം വാർന്നൊഴുകി അവൻ മരിക്കുക. ഇത് കണ്ടുകൊണ്ട് നിന്നവനാണ് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് അവരുടെ ഈ കല്ലെറിയുന്നവര് കഠിനാധ്വാനമാണ് ചെയ്യുന്നത്. ഒരാളെ കൊല്ലണം, കല്ലെറിഞ്ഞ് തന്നെ കൊല്ലണം. ആ കല്ലെറിഞ്ഞ് കൊല്ലുമ്പോൾ ആ കല്ലെറിഞ്ഞ് കൊല്ലുന്നവരുടെ വസ്ത്രം താൻ സൂക്ഷിച്ചുകൊണ്ടിരുന്നു എന്ന്. അപ്പൊ ആ മനുഷ്യന്റെ ഹൃദയം എന്തായിരിക്കും? അപ്പൊ ആ മനുഷ്യന്റെ ഹൃദയം അത്രയും നിഷ്ഠൂരത കണ്ടുകൊണ്ട് നിൽക്കാൻ ഒരു തടസ്സവും ഇല്ലാതെ അത് കണ്ടുകൊണ്ട് നിന്ന ആ മനുഷ്യൻ ആരായിരിക്കും? ദൈവത്തിന്റെ വചനം പറയുന്നത് ദൈവം അവനെ നേരുള്ളവനായി കണ്ടു. കാരണം അവനെ കൊണ്ട് അത്ര നിഷ്ഠൂര പ്രവൃത്തി ചെയ്യിക്കുന്നതും എല്ലാം ദൈവത്തോടുള്ള ആത്മാർത്ഥത കൊണ്ടാണ്, പരമാർത്ഥത കൊണ്ടാണ്.
അവൻ ദൈവം ആരായിരിക്കുന്നെന്നും എങ്ങനെയായിരിക്കുമെന്നും വിശ്വസിച്ചത് കൊണ്ടാണ് അത് ചെയ്യുന്നത്. അപ്പൊ അവനല്ലത് ചെയ്യുന്നത്. പിന്നെയോ അവൻ വിശ്വസിച്ചിരിക്കുന്ന വിശ്വാസമാണ് അവനെ കൊണ്ട് അത് പ്രവർത്തിപ്പിക്കുന്നത്. അവൻ നേരിടുവാനായി ദൈവം കണ്ടു. ദമസ്കോസിന്റെ പടിക്കൽ വെച്ച് കർത്താവ് അവനെ പിടിച്ചു. ശൗലേ, ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? നീ ആരാകുന്നു കർത്താവ്? നീ ഉപദ്രവിക്കുന്നതിനായി യേശുവാകുന്നു ഞാൻ. മുള്ളിനോട് ഉതയ്ക്കുന്നത് നിനക്ക് പ്രയാസമാകും. അവനെ വിളിച്ചു വേർതിരിച്ചു. കർത്താവിന്റെ വചനം 12-ാം സങ്കീർത്തനക്കാരൻ പറയുകയാണ്, കർത്താവെ, ഭക്തന്മാർ ഇല്ലാതെ പോകും, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കും. കർത്താവെ, ഈ കോലാഹലവും ചെണ്ടകൊട്ടും ബഹളവും അല്ലാതെ നേരെന്ന് പറയുന്നത് ഇല്ല. അതൊക്കെ അറ്റുപോയിരിക്കുന്നു. ദൈവം ഇസ്രായേൽ ജനത്തെ വിളിച്ച് വേർതിരിച്ചത് എന്തുകൊണ്ടാണ്? നമ്മൾ യെശയ്യാപ്രവചനത്തിൽ വായിക്കുന്നത് പ്രകാരമാണ്. അവർ എൻ്റെ ജനം കപടമില്ലാത്ത മക്കൾ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവർക്ക് രക്ഷിതാവായി തീർന്നു. ഒരു മനുഷ്യനെ എവിടെയെങ്കിലും ഒരു കപടമില്ലാത്ത നേരുള്ള ഒരാളെ കാണുമോ എന്ന് ദൈവം നോക്കി നടക്കുക. നേരുള്ളവനാണെങ്കിൽ അവൻ എൻ്റേതെന്ന് പറയാൻ ദൈവത്തിന് മടിയുമില്ല. അതുകൊണ്ടാണ് വചനം പറയുന്നത്, അവൻ അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടാൻ ലജ്ജിക്കുന്നില്ല. ഒരു കുറ്റവാളി കൊടും കുറ്റവാളി ജയിലിൽ പോയതിനു ശേഷം ഇറങ്ങിയതേ ഉള്ളൂ. വഴിയിൽ വെച്ച് കാണുമ്പോൾ എല്ലാവരും കാണുക സന്തോഷമാണോ കുശലം ചോദിച്ച് അടുത്തെല്ലാം മടിക്കും. കാരണം ഞങ്ങൾ തമ്മിൽ പരിചയം ഉണ്ടെങ്കിൽ തന്നെയും അവൻ ഇറങ്ങി വരുന്നത് കുറ്റവാളിയായിട്ടാണ്, ജയിലിൽ നിന്നാണ് വരുന്നത്. അവനോട് അടുക്കാനും അവനോട് പരിചയമുണ്ടെന്ന് മറ്റുള്ളവർക്ക് അറിയാനും മടിക്കും. കാരണം അവൻ്റെ കൂട്ടുകാരനാണ് ഞാനെന്ന് പറയാൻ ഞാൻ ലജ്ജിക്കുന്നു. ഇതുപോലെയാണ് ദൈവവും. ഇതാ, ഞാൻ അവൻ്റെ ദൈവമെന്ന് ദൈവം പറയാൻ മടിക്കും, ലജ്ജിക്കും. ആരുടെ? നേരില്ലാത്തവൻ്റെ, കപടമുള്ളവൻ്റെ. അതുകൊണ്ടാണ് കർത്താവിന്റെ വചനം പറയുന്നത്, ഇന്നും ദൈവത്തിന്റെ സഭയിലേക്ക് നോക്കുമ്പോൾ, ദൈവജനത്തിലേക്ക് നോക്കുമ്പോൾ സങ്കീർത്തനക്കാരൻ നിലവിളിക്കുകയാണ്, കർത്താവേ, ഭക്തന്മാരില്ലട്ടോ, വിശ്വസ്തന്മാർ മനുഷ്യത്വമാരിൽ കുറഞ്ഞു അത്യല്പമായിരിക്കുന്നു, നേരുള്ളവനില്ല. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുകയാണ്, യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യത്വമാരിൽ കുറഞ്ഞിരിക്കുന്നു. ദൈവം ഇസ്രായേൽ ജനത്തോട് കാണിച്ച കരുണയെക്കുറിച്ച് പറയുന്ന വാക്കും കൂടെ ശ്രദ്ധിക്കണം. യെശയ്യാപ്രവചനം 63-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ 7-ന്റെ വായിക്കാം. അവൻ ഇസ്രായേൽ ഗൃഹത്തിന് കാണിച്ച വലിയ നന്മയെയും കീർത്തിക്കും. അവർ എൻ്റെ ജനം, കപടം കാണിക്കാത്ത മക്കൾ തന്നെ എന്ന് പറഞ്ഞ് അവൻ അവർക്ക് രക്ഷിതാവായി തീർന്നു. അവർ എൻ്റെ ജനമാണ്. എന്താണെന്നറിയാമോ? കപടം കാണിക്കാത്ത മക്കളാ. ഞാൻ അവരുടെ രക്ഷിതാവാണ്, ഞാൻ അവരുടെ ദൈവമാണ്. ഒരു മടിയുണ്ടായില്ല. ഒരു മനുഷ്യന്റെ അടിസ്ഥാന വിശ്വാസത്തിലേക്ക് കർത്താവ് കൊണ്ടുവരുന്നതിന്റെ അടിസ്ഥാന സ്വഭാവ വൈശിഷ്ട്യമാണ് നമ്മൾ പറയുന്നത്. അതൊരു സാധാരണ എല്ലാ മനുഷ്യർക്കും, അതായത് ദൈവം ഒരു മനുഷ്യനെ ദൈവം ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു മനുഷ്യനായിട്ട് അംഗീകരിക്കണമെങ്കിൽ അത് വേണം. ഒരു കാര്യം ചെയ്യും, വചനം പറയുന്നത്, നേരുള്ളവർ എവിടെ മുടിഞ്ഞു പോയിട്ടുള്ളൂ? നേരുള്ളവർക്ക് ഒരു നന്മയ്ക്കും മുടക്കം വരുത്താത്ത ദൈവമാണ്. ആദ്യം നേരിൽ വാ. നേരിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ദൈവം ചെയ്യുന്നത് കണ്ടോളാനാ പറഞ്ഞിരിക്കുന്നത്. ആ വാക്യം ഓർത്തോളണം. ഇസ്രായേൽ ജനത്തെ എങ്ങനെ കണ്ടു? കപടമില്ലാത്ത മക്കൾ എന്ന് പറഞ്ഞ് അവൻ അവർക്ക് രക്ഷിതാവായി തീർന്നു. അവരുടെ കഷ്ടതയിലൊക്കെ അവൻ കഷ്ടപ്പെട്ടു. യഥാർത്ഥത്തിൽ ഇസ്രായേൽ കഷ്ടപ്പെട്ടപ്പോ യഥാർത്ഥത്തിൽ അവനാണ് കഷ്ടപ്പെട്ടത്, കർത്താവാണ്, രക്ഷിതാവാണ് കഷ്ടപ്പെട്ടത്. കാരണം കർത്താവ് കപടമില്ല എന്ന് പറഞ്ഞ് ഒരാളിൽ കപടമില്ല, നേരുള്ളവനാണെന്ന് കണ്ട് ഉത്തരവാദിത്വം ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരല്ല കഷ്ടപ്പെടുന്നത്, പിന്നെ രക്ഷിതാവാണ് കഷ്ടപ്പെടുന്നത്. അവരുടെ കഷ്ടതയിലൊക്കെ അവൻ കഷ്ടപ്പെട്ടു.
അവന്റെ സമൂഹദൂതൻ അവരെ രക്ഷിച്ചു. തന്റെ സ്നേഹത്തിലും കനിമ്പിലും അവൻ അവരെ വീണ്ടെടുത്തു. പുരാതന കാലത്തൊക്കെയും അവൻ അവരെ ചുമന്നുകൊണ്ട് നടന്നു. ഈ കാര്യങ്ങളൊക്കെയും വെറും വാക്കല്ല. ഇതൊക്കെയും സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ മിലിട്ടറിയിൽ ഒരാൾ ചെന്ന് കയറി ട്രെയിനിങ്ങും കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ ചെല്ലുന്നത് ഒന്നുമില്ലാത്തവനായിട്ടാണ്. അവരുടെ പൂർണ്ണ ഉത്തരവാദിത്വം അവൻ ഏറ്റെടുക്കുക, സർക്കാർ ഏറ്റെടുക്കുക. എല്ലാ ട്രെയിനിങ്ങും ശമ്പളവും ഭക്ഷണവും പിന്നെ വേണ്ടതെല്ലാം കൊടുക്കുന്നത് പോലെയാണ്. കർത്താവിൻ്റെ അടുക്കൽ വന്നതിന് ശേഷം ചെല്ലുമ്പോൾ കർത്താവ് രക്ഷിതാവായി തീർന്ന് അവൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെങ്കിൽ ആദ്യം നോക്കും. നേരുള്ളവനാണെന്ന് കണ്ടാൽ, കപടമില്ലാത്തവനാണെന്ന് കണ്ടു കഴിഞ്ഞാൽ, ശരി, ഇവൻ്റെ രക്ഷിതാവും ദൈവവുമാണ് ഞാൻ, അവനെ വേർതിരിക്കും. വേർതിരിച്ചതിന് ശേഷം എടുത്തെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇവൻ്റെ കഷ്ടപ്പാട് മുഴുവൻ കർത്താവ് ഏറ്റെടുക്കും. അവൻ അവരെ ചുമന്നുകൊണ്ട് നടക്കും. അവൻ്റെ ദൂതനുണ്ട്. അവർ ദൂതനോട് പറഞ്ഞിട്ടുണ്ട്, ഇവൻ്റെ കാല് കല്ലിന്മേൽ തട്ടി പോകരുത്. വായിക്കണം. യെശയ്യാപ്രവചനം 63 അധ്യായത്തിൻ്റെ 8, 7 മുതലുള്ള വാക്യങ്ങൾ വായിക്കണം. അത്ര സുരക്ഷിതമാണ്, അത്ര സുരക്ഷിതമാണ് ഈ ഒരു സ്വഭാവക്കാർക്ക്. ആർക്ക്? നേരുള്ളവർക്ക്. എന്നാൽ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, കർത്താവേ, പോയി, ആ കാലമൊക്കെ പോയി. മനുഷ്യർക്ക് ഇരു മനസ്സോടും കപടമുള്ള അധരത്തോടും അവർ സംസാരിക്കുന്നു. കപടമുള്ള അധരങ്ങളോടും അധരത്തോടും ഇരു മനസ്സോടും കൂടി അവർ സംസാരിക്കുന്നു. കപടമുള്ള അധരങ്ങളെയൊക്കെയും മുമ്പ് പറയുന്ന നാമിനെയും യഹോവ ഛേദിച്ചു കളയും. ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ അടുക്കിലേക്ക് നന്മയ്ക്ക് വേണ്ടി വരുന്ന എല്ലാവരുടെയും പാഠം ഇത് തന്നെയായിരിക്കട്ടെ. ദൈവമേ, കപടമില്ലാത്ത ഒരു ജീവിതം, കപടമില്ലാത്തൊരു ജീവിതം, നേരുള്ളൊരു ജീവിതം, ദൈവം മാനിക്കുന്ന ഒരു ജീവിതം, എൻ്റെ രക്ഷിതാവാണ് ദൈവമെന്ന് പറയാൻ മടിക്കാത്ത ഒരു ഹൃദയാവസ്ഥ എനിക്ക് തരണം. ദൈവം അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടാൻ ലജ്ജിക്കുന്നില്ല. അവരുടെ കഷ്ടതയിൽ അവൻ കഷ്ടപ്പെട്ടു. അവന്റെ സമൂഹദൂതൻ അവരെ രക്ഷിച്ചു. പുരാതന കാലത്തൊക്കെ അവരെ ചുമന്നുകൊണ്ട് നടന്നു. എന്തിന് ദൈവം എന്തിന് ഇവരോട് ഇത് ചെയ്യുന്നു? ഒറ്റ ഉത്തരമേ ഉള്ളൂ, അവർ നേരുള്ളവരാണ്, കപടം കാണിക്കാത്ത മക്കൾ. ദൈവമുമ്പാകെ നമ്മൾ വിലയേറിയവരായിരിക്കാൻ. യാക്കോബിനെ കുറിച്ച് പറയുമ്പോൾ, നീ എനിക്ക് വിലയേറിയവനും മാന്യനുമാകുന്നു എന്ന് വരത്തില്ല. നമ്മൾ പഠിക്കുന്ന പോലെ നമ്മൾ വിലയേറിയവരായിരിക്കാൻ ഒരു വഴി ദൈവം തന്നിരിക്കുന്ന വഴിയാണ് കപടമില്ലാത്ത മക്കൾ, നേരുള്ള ജീവിതം. ദൈവത്തിൻ്റെ മാനം അതിൻ്റെ പിന്നാലെ വന്നുകൊണ്ടിരിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.